ഡോക്ടർ സുൽഫി, നമുക്ക് അങ്ങ് കാര്യം അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തു ചെയ്യാനാകുമെന്നുള്ളതാണ്. ശരിക്കും നമുക്ക് കേരളത്തിലെ അറിയാലോ, ഇത്രയും വലിയ ഹെൽത്ത് ഇൻഡെക്സസ് ഉള്ള, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള, ആരോഗ്യ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ അവബോധമുള്ള നാട്ടില് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ്. അതും നടന്നിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ നിയമം പോലെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ സെലിബ്രിറ്റീസ് പല സെലിബ്രിറ്റീസ്, പല ഉന്നത രാഷ്ട്രീയ നേതാക്കള്, സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ തന്നെയും ഇത്തരം കപട ചികിത്സയിൽ വീണു പോവുകയാണ്. അപ്പൊ അത്തരം മരണങ്ങൾ സംഭവിച്ചത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതുമാണ്. വീണ്ടും ഇത്തരം ഒരു കപട ചികിത്സയിലേക്ക് വന്ന് വീണു പോയിരിക്കുന്നത് ശരിക്കും നാം വളരെ 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 ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയവും അതിൽ ഇടപെടേണ്ട വിഷയവുമാണ്. ഇത്തരം ആൾക്കാരിലുള്ള ഇതിന്റെ അവബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം. നാം നോക്കൂ, 2-3 പ്രസവം കഴിഞ്ഞ 4ാമത്തെ പ്രസവത്തിന് പോലും സിസേറിയൻ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തില് അക്യുപങ്ക്ചർ പോലെയുള്ള ഒരു കപട ചികിത്സയിലേക്ക് ചെന്ന് വീണു പോകുകയും അത് തുടരുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. നാം മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ കൂടെ കണ്ട് ചികിത്സ എന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ഭാരതത്തിലൊക്കെ തന്നെയും അടുത്ത പാൻഡമിക് ആയിട്ട് പടരുന്നത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന വ്യാജ ചികിത്സയെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. അത് ലോകത്തെമ്പാടും, കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല, ഈവൻ വളരെ വെൽ ഡെവലപ്ഡ് ആയ കൺട്രീസിൽ പോലും വാക്സിനേഷനുകൾക്കെതിരെയുള്ള വ്യാജമായ വാർത്തകളുണ്ട്, അത്തരം രീതികളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുകയും അവബോധം ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദിത്തമായ ആൾക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും വേണം. അതായത് അവബോധം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അത് ഇല്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ല, ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്തേണ്ടുന്നിടത്തേക്ക് എത്തുന്നില്ല. ഒരുപക്ഷെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബോധവൽക്കരണത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവർ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കൊള്ളും. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ വിശ്വാസം, മറ്റ് പല കാര്യങ്ങളിലും മുറുകെ പിടിച്ച് നിൽക്കുന്ന ആളുകളിലേക്ക് അവരിലേക്ക് ചെന്നെത്താൻ സാധിക്കുന്നില്ല. എവിടെയാണ് അതൊരു പാളിപ്പോകുന്നത്, എവിടെയാണെന്നുള്ളതാണ്. ഞാൻ ആ കാര്യത്തിനകത്ത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വ്യക്തിത്വങ്ങളെ തന്നെയാണ്. അവരാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നോക്കൂ, നമ്മൾ ഒരു കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ 10 കൊല്ലത്തെ ചരിത്രം നോക്കിയാൽ എത്ര സിനിമാ നടന്മാരാണ്, എത്ര പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് ആണ്, എത്ര പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം കപട ചികിത്സകളിൽ വീണു പോയിരിക്കുന്നത്. അവർ ഇതിനെ തള്ളിപ്പറയാതെ, അവർ മാതൃകയാവാതെ, അവർ ഇത്തരം ചികിത്സകളെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ന്യായീകരിക്കാതിരിക്കുന്ന കാലത്തോളത്തോളം ഇത്തരം അബദ്ധങ്ങളിലേക്ക് സാധാരണ പാവപ്പെട്ട ജനങ്ങൾ വീണു പോകും എന്നുള്ളതാണ് വസ്തുത. ശരി, നന്ദി ഡോക്ടർ സുൽഫി. ഡോക്ടർ ഇപ്പോൾ ഡ്യൂട്ടിക്കിടയിൽ കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്, നാണക്കേടാണ് കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം. അതിനൊക്കെ അപ്പുറത്തേക്ക് നഷ്ടപ്പെട്ടത് ഒരു യുവതിയുടെ 35 വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീയാണ്. അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, കുഞ്ഞു മരിച്ചിരിക്കുന്നു.